ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അതായത് 8051 സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ്. അതിൽ ബേസിക്സ്, അതായത് ഇതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ട് രീതിയിൽ ചെയ്യാം, പാരലൽ ആൻഡ് സീരിയൽ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് 5th മോഡ്യൂളിലെ ഒരു പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് പറയാം. രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ, രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം ഡേറ്റ. That is parallel and serial. And parallel means that is more than 8 lines. 8 lines അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. ആൻഡ് അത് ചെറിയൊരു ഡിസ്റ്റൻസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പാരലൽ മോഡ് ഓഫ് ട്രാൻസ്ഫർ. Then we have serial, that is to transfer to a device located many meters away. ഓക്കെ, സീരിയൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ള ഡിവൈസസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വി യൂസ് സീരിയൽ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ. ആൻഡ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ ഈസ് സെൻഡ് 1 bit അറ്റ് എ ടൈം. ഓക്കെ, ഒരു ബിറ്റ് ഒരു ടൈമിൽ സെൻഡ് ചെയ്യും. നൗ ഇവിടെ ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ ദ ബൈറ്റ്സ് ഹാവ് ടു ബി കൺവേർട്ടഡ് ടു സീരിയൽ ബിറ്റ്സ്. സോ ഒരു പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ വേണ്ടി വരും. അപ്പോൾ അവിടെ എന്താണ്, പാരലൽ ഡേറ്റനെ സീരിയൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യും ട്രാൻസ്മിറ്റിംഗ് എൻഡിൽ. അതേപോലെ റിസീവിംഗ് എൻഡിൽ തിരിച്ചായിരിക്കും, സീരിയൽ ടു പാരലൽ, ദാറ്റ് ഇസ് സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ വിൽ ബി യൂസ്ഡ്, ഓക്കെ, ടു റിസീവ് ദ ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഫിഗർ വെച്ചിട്ട് കാണാൻ പറ്റും. അതായത് സെൻഡർ, റിസീവർ, സീരിയൽ ട്രാൻസ്ഫർ. ഓക്കെ, 1 bit ബൈ ബിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാരലൽ ട്രാൻസ്ഫർ ആണെങ്കിൽ മെനി ബിറ്റ്സ് ആർ ട്രാൻസ്ഫർഡ് അറ്റ് എ ടൈം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ബിറ്റ്സ്, 8 bits വരെ ട്രാൻസ്മിറ്റ് ചെയ്യാം, സെൻഡർ ടു റിസീവർ. ഓക്കെ, നെക്സ്റ്റ്, when the distance is short, the digital signal can be transferred as it is on a simple wire and requires no modulation. അപ്പോൾ ഇവിടെ മോഡുലേഷൻ ഒന്നും വേണ്ട. ഓക്കെ, ഇനി ടെലിഫോൺ ലൈനിലാണെങ്കിൽ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് മൊഡം യൂസ് ചെയ്തിട്ട് കൺവേർഷൻ വേണ്ടി വരും. ഓക്കെ, നൗ സീരിയൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് ടൈപ്പാണ്, രണ്ട് മെത്തേഡാണ്, സിങ്ക്രണസ്, അസിങ്ക്രണസ്. ഓക്കെ, ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യട്ടാ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, മെസ്സേജ് അയക്കാം. ഓക്കെ, 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 അപ്പോൾ അത് പോയിന്റ്സ് നോട്ടും ചെയ്യാം. ഓക്കെ, നൗ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് മെത്തേഡ്സ് ആണ്, സിങ്ക്രണസ് മെത്തേഡ്, അസിങ്ക്രണസ് മെത്തേഡ്. ഓക്കെ, ആൻഡ് synchronous method transfers a block of data at a time. Asynchronous method transfers single byte at a time. Okay, അപ്പോൾ സിങ്ക്രണസ് മെത്തേഡിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ഒരു സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അസിങ്ക്രണസിൽ ഒരു സിംഗിൾ ബൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു റൈറ്റ് സോഫ്റ്റ്വെയർ ടു യൂസ് ഐദർ ഓഫ് ദ മെത്തേഡ്സ്. ഓക്കെ, സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഈ രണ്ട് മെത്തേഡ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രോഗ്രാം ദേ ക്യാൻ ബി tedious ആൻഡ് ലോങ്. ചിലപ്പോൾ വലിയ പ്രോഗ്രാം ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ സ്പെഷ്യൽ ചിപ്സ് ഉണ്ട്, IC ചിപ്സ് മെയ്ഡ് ബൈ മാനുഫാക്ചറേഴ്സ് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻസ്. രണ്ട് ടൈപ്പ് ചിപ്സ് ആണ്, ദാറ്റ് ഇസ് UART ആൻഡ് USART. ഓക്കെ, UART ഫുൾ ഫോം യൂണിവേഴ്സൽ അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ, whereas USART യൂണിവേഴ്സൽ സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇതുണ്ട്, ദാറ്റ് ഇസ് കമ്മ്യൂണിക്കേഷനിൽ ICs യൂസ് ചെയ്യാം. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഡുപ്ലെക്സ് ഉണ്ട്, ദാറ്റ് ഇസ് ഹാഫ് ഡുപ്ലെക്സ്, ഫുൾ ഡുപ്ലെക്സ്. ആൻഡ് ഇഫ് ദ ഡേറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ്, ഇറ്റ് ഇസ് ഡുപ്ലെക്സ് ട്രാൻസ്മിഷൻ. ഓക്കെ, ട്രാൻസ്മിറ്റും റിസീവും രണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡുപ്ലെക്സ് ആണ്. ഇനി ഡുപ്ലെക്സിൽ ഇഫ് ഡേറ്റ ട്രാൻസ്മിറ്റഡ് വൺ വേ അറ്റ് ടൈം, ഇറ്റ് ഇസ് റെഫേർഡ് ടു ഹാഫ് ഡുപ്ലെക്സ്. If data can go both ways at a time, it is full duplex. Okay, അങ്ങനെ, അതായത് ഒരു സമയത്ത് ഒരു ഡയറക്ഷനിൽ മാത്രം പോകുന്നുണ്ടെങ്കിൽ അതിന് ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറയും. ഓക്കെ,
ആൻഡ് രണ്ട് ഡയറക്ഷനിലും ഒരേ സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ട്രാൻസ്മിറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയും. ഓക്കെ. ആൻഡ് സിംപ്ലെക്സ് ഉണ്ട്. സിംപ്ലെക്സ് പക്ഷേ അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഇത് കണ്ടോ. സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമാണ്, ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ. ഇതാണ് ഫിഗർ. ഓക്കെ. ദെൻ ഹാഫ് ഡ്യൂപ്ലെക്സ് നമുക്ക് കാണാം. ദാറ്റ് ഈസ് ഒരു സമയത്ത് ഒരു ഡയറക്ഷനിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. വേറെ ഫുൾ ഡ്യൂപ്ലെക്സ് രണ്ട് ഡയറക്ഷനിലും ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്, ഫ്രം ട്രാൻസ്മിറ്റർ ടു റിസീവർ, റിസീവർ ടു ട്രാൻസ്മിറ്റർ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രോട്ടോകോൾ ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് എഗ്രീഡ് ബൈ ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ. ഓക്കെ. പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസ്മിഷൻ എല്ലാം നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് എന്താണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഡേറ്റ പാക്ക് ചെയ്യുന്നത്, ദെൻ ഹൗ മെനി ബിറ്റ്സ്, എത്ര ബിറ്റ്സ് ആണ് ഒരു ക്യാരക്ടർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഡേറ്റ ബിഗിൻ ചെയ്യുന്നത്, എപ്പോഴാണ് ഡേറ്റ എൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം ആ പ്രോട്ടോകോൾ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അസിൻക്രണസ് ട്രാൻസ്മിഷനിൽ, അതായത് അസിൻക്രണസ് നമ്മൾ പറഞ്ഞല്ലോ മെത്തേഡ്, അതാണ് കൂടുതലും വൈഡ്ലി യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ ഓറിയന്റഡ് ട്രാൻസ്മിഷന് വേണ്ടി. Each character is placed in between start and stop bits. This is called framing. ഓക്കെ. അപ്പോൾ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പ് ബിറ്റ്സും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് ഈച്ച് ക്യാരക്ടർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ്. ഓക്കെ. ഇനി സ്റ്റാർട്ട് ബിറ്റ് ഇസ് ഓൾവേസ് 1 ബിറ്റ്. അത് ഓർക്കുക. സ്റ്റാർട്ട് ബിറ്റ് ഓൺലി എപ്പോഴും ഒരു ബിറ്റ് ആയിരിക്കും. സ്റ്റോപ്പ് ബിറ്റ് ഒന്നിൽ കൂടുതൽ ബിറ്റ് ആവാം, 1 or 2 bits, and start bit is always a 0. ഓക്കെ. സ്റ്റാർട്ട് ബിറ്റ് എപ്പോഴും 0 ആയിരിക്കും. സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ. ഹൈ. ആൻഡ് ബ്ലോക്ക് ഓറിയന്റഡ് ഡേറ്റ ട്രാൻസ്ഫർ യൂസ് ദ സിൻക്രണസ് മെത്തേഡ്. അതായത് ഇപ്പോൾ ബ്ലോക്ക് ആയിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് സിൻക്രണസ് മെത്തേഡാണ്. ഓക്കെ. ഇനി നമുക്കിവിടെ ഇപ്പോൾ കണ്ടോ, ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഒരു ആസ്കി എ എന്ന് പറയുന്നത് അതിൻ്റെ ഹെക്സാഡെസിമൽ 41 ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ കീയിൽ റൺ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എ എന്ന് പറയുന്നത് 41. ഓക്കെ. അങ്ങനെ. അപ്പോൾ ഇപ്പോൾ സ്പേസ്, ദെൻ സ്റ്റോപ്പ് ബിറ്റ്. ഇപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് ഇസ് 1. ദെൻ വി ഹാവ് ദ ഡേറ്റ ഇപ്പോൾ സീറോസ് ആൻഡ് വൺസിൻ്റെ ഒരു സ്ട്രീം ആയിരിക്കാം. പിന്നെ അതുപോലെ സ്റ്റാർട്ട് ബിറ്റ് ഉണ്ട്. സ്റ്റാർട്ട് ബിറ്റ് 0 ആണ്. ആൻഡ് അതായത് മാർക്ക് സ്പേസ് എന്ന് പറയുന്നത് വെൻ ദർ ഇസ് നോ ട്രാൻസ്ഫർ സിഗ്നൽ ഇസ് ഹൈ വിച്ച് ഇസ് റിഫേർഡ് ടു ആസ് മാർക്ക്. അപ്പോൾ ഒരു ഡേറ്റ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല, അപ്പോൾ ആ സമയത്ത് ഹൈ ആയിരിക്കും. അതിനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാർട്ട് ബിറ്റ് വരും, അതിനുശേഷം ഡേറ്റ, പിന്നെ സ്റ്റോപ്പ് ബിറ്റ്. ഇനി ലോ എന്ന ഇതാണ് എൻഡിൽ ഒരു സ്പേസ് എന്ന് പറയും. ലോ, ദാറ്റ് ഇസ് 0 is referred to as space. Okay. The transmission begins with the start bit followed by D0. D0 ആണ് LSB, അതുപോലെ തന്നെ MSB till MSB D7. Finally, one stop bit indicating end of the character. Okay. അപ്പോൾ ഇത് ഓക്കെ അല്ലേ ഈ കോൺസെപ്റ്റ്? ഓക്കെ. ഈ ഒരു ഇതുവരെ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ആസ്കി ക്യാരക്ടേഴ്സ് ശരിക്കും എന്താണ് 8 ബിറ്റ് ആസ്കി ഡേറ്റ ആണ് കോമൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഓൾഡർ ടൈംസിലാണെങ്കിൽ അത് 7 ബിറ്റ് ആയിരുന്നു. ആൻഡ് മോഡേൺ PCസിൽ 1 സ്റ്റോപ്പ് ബിറ്റ് സ്റ്റാൻഡേർഡ് ആണ്. ചിലപ്പോൾ 2 സ്റ്റോപ്പ് ബിറ്റ്സ് യൂസ് ചെയ്യും. അതായത് പഴയ ഓൾഡർ സിസ്റ്റം ആണെങ്കിൽ 2 സ്റ്റോപ്പ് ബിറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ. ആൻഡ് ഡ്യൂ ടു ദ സ്ലോനെസ് ഓഫ് ദ റിസീവിംഗ് മെക്കാനിക്കൽ ഡിവൈസ് എന്താണ് 2 സ്റ്റോപ്പ് ബിറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. കാരണം ഒരു ഡിവൈസിന് ടൈം കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് അടുത്ത ബൈറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെഡി ആവണമല്ലോ, അപ്പോൾ അതിനു വേണ്ടി 2 സ്റ്റോപ്പ് ബിറ്റ് കൊടുക്കുമായിരുന്നു മുമ്പ്. ഇപ്പം എന്തായാലും ഒരു സ്റ്റോപ്പ് ബിറ്റ് മതിയാവും. ദെൻ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് റേറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ? ദാറ്റ് ഈസ് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഇസ് ബിറ്റ്സ് പെർ സെക്കൻഡ്. Okay, another widely used terminology for bits per second is baud rate, and it is modem terminology. It is defined as number of signal changes per second. Okay, ഇപ്പോൾ modem ന്റെ ഒരു terminology ആണ് bits per second.
ശരിക്കും വേറൊരു ടെർമിനോളജി എന്ന് പറയുന്നത് ബോഡ് റേറ്റ് ആണ്. അപ്പോൾ ഈ ബോഡ് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഏത് റേറ്റിലാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ബോഡ് റേറ്റ് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. Then as far as conductor wire is concerned, baud rate and BPS are the same. Okay, and data transfer depends on the communication ports. പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ബോഡ് റേറ്റ് ലിമിറ്റ് ചെയ്യുന്നത് 100 kilobits per second ആണ്. ഓക്കെ, ബോഡ് റേറ്റ് ഇസ് ലിമിറ്റഡ് ടു 100 kilobits per second. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബോഡ് റേറ്റ് കാണാം. അതായത് ടു അലൗ ദ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ PC and 8051 system without any error, baud rate must match the baud rate of PC's COM port. അപ്പോൾ ഇതിൻ്റെ ബോഡ് റേറ്റ് കണ്ടോ, നമ്മൾ സാധാരണ പ്രോഗ്രാമിന് ഇപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ബോഡ് റേറ്റ് ഈ ഒരു റേഞ്ചിലേ ചോദിക്കൂ. അധികവും ചോദിക്കുന്നത് 4800 9600, ഓക്കെ, ആ റേഞ്ചിലാണ്. അപ്പം ഇത്രയാണ് ബോഡ് റേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 110 ദാറ്റ് ഇസ് 110, ദെൻ 150, 300, 600, 1200, 2400, 4800, 9600. അതിൽ കൂടുതലും 4800 9600 ആണ് യൂസ് ചെയ്യാറ്. ദെൻ ഇവിടെ എസ് ബഫർ എന്നൊരു ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ ഉണ്ട്. ഇവിടെയാണ് ഡേറ്റ കൊടുക്കുന്നത്, അതായത് ഏത് ഡേറ്റയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ട്രാൻസ്മിറ്റ് ആയാലും റിസീവ് ആയാലും. അതായത് മെയിൻ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്മിറ്റും റിസീവും ചെയ്യാനാണ് ഡേറ്റ. സോ S buffer is an 8-bit register used solely for serial communication. For a byte data to be transferred via the T cross D line, it must be placed in the S buffer register. അതായത് S buffer registerൽ വേണം ആ ഡേറ്റ ലോഡ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് S buffer holds the byte of data when it is received by 8051 R cross D line. അപ്പോൾ ഈ S ബഫറിലാണ് ഡേറ്റ വേണ്ടത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ ഇപ്പം ബിറ്റ്സ് ആർ റിസീവ് സീരിയലി. അപ്പോൾ അത് റിസീവ് ചെയ്യുന്നത് R cross D പിന്നിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് T cross D പിന്നിലാണ് വഴിയാണ്. ഓക്കെ, അവിടെ അപ്പോൾ ആ ബൈറ്റിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടും സ്റ്റോപ്പ് ബിറ്റും ആഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. റിസീവ് ചെയ്യുമ്പോൾ അത് എലിമിനേറ്റ് ചെയ്യും, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബിറ്റ്സ് ഒഴിവാക്കിയിട്ടാണ് അവിടെ എന്താണ് എസ് ബഫറിൽ ഡേറ്റ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എസ്കോൺ രജിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എസ്കോൺ രജിസ്റ്റർ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എത്ര സ്റ്റാർട്ട് ബിറ്റ്, എത്ര സ്റ്റോപ്പ് ബിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ അതായത് ഇപ്പം എന്തൊക്കെയാണ് നമുക്ക് അതിന് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്, അത് എസ്കോൺ രജിസ്റ്റർ വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പം എസ്കോൺ 8-bit രജിസ്റ്റർ ആണ്. അതിൻ്റെ ഓരോ ബിറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൻ്റെ ഫോർമാറ്റ് അത് വേറെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ടി മോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ തീക്കോൺ, അങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു രജിസ്റ്ററാണ് എസ്കോൺ. സോ എക്സാമിന് ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദറ്റ് ഈസ് ടു എന്താ എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ രജിസ്റ്റേഴ്സ് യൂസ് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഈ ഒരു രജിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, SCON, ദറ്റ് ഈസ് എസ്കോൺ രജിസ്റ്റർ, സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ. ആൻഡ് ഇവിടെ ഈ ഓരോ ബിറ്റിൻ്റെയും ഫംഗ്ഷൻ നോക്കാം. SM0, SM1 അതെന്താന്ന് വെച്ചാൽ MSBയിൽ വരുന്നതാണ്. അതായത് എന്താണ് 0.7ഉം 0.6ഉം. അപ്പോൾ സീരിയൽ പോർട്ട് മോഡ് സ്പെസിഫയർ ആണ്, ഏത് മോഡാണ് സ്പെസിഫൈ ചെയ്യും, ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ SM2 അത് മൾട്ടി പ്രോസസർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്, അതെപ്പോഴും 0 ആക്കണം. ഓക്കെ, SM2 എന്ന് പറയുന്നത് 0 ആക്കണം. ഓക്കെ, ഓൾവേസ് അത് 0 ആണ്. ഇനി REN അതായത് റിസീവ്, അതായത് ഇപ്പോൾ റിസപ്ഷൻ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി REN എന്ന് പറയുന്നത് എനേബിൾ ചെയ്യണമെങ്കിൽ, അതായത് റിസീവ് ചെയ്യേണ്ടത്, റിസപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ബിറ്റ് 1 ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ, റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ. ഇനി TB8 TRB8 അത് യൂസ് ചെയ്യുന്നില്ല, നോട്ട് വൈഡ്ലി യൂസ്ഡ്, അപ്പോൾ അത് 0 തന്നെ ആയിരിക്കും. ഇനി TI ആൻഡ് RI ഇവിടെ ശ്രദ്ധിക്കുക, ഈ രണ്ട് ബിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ബിറ്റ്സ്, അതായത് TI ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗ് ആൻഡ് റിസീവ് ഇന്ററപ്റ്റ് ഫ്ലാഗ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൽ സ്റ്റോപ്പ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും. ഓക്കെ ഓക്കെ സോ ഇവിടെ ഇപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ഉണ്ട്. സെറ്റ് ബൈ ഹാർഡ്വെയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്റ്റോപ്പ് ഇറ്റ് ടു ഇൻ മോഡ് 1 മസ്റ്റ് ബി ക്ലിയർഡ് ബൈ സോഫ്റ്റ്വെയർ. ഓക്കെ അതായത് എന്താണ്, ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബിഗിനിങ് ഓഫ് ദ സ്റ്റോപ്പ് ബിറ്റ് എന്താ സെറ്റ് ആവണം. ദാറ്റ് മീൻസ് എന്താ, ഈ ഒരു ട്രാൻസ്മിഷൻ കഴിയുന്ന അത് അറിയിക്കുന്നത് ഈ ഒരു TI ബിറ്റ് 1 ആവുമ്പോഴാണ്. മനസ്സിലായില്ലേ? അതായത് ബിഗിനിങ് ഓഫ് സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവസാനം. അതായത് ഇപ്പം സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുമ്പം എൻഡ് ആയല്ലോ, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയാനായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സെറ്റ് ആവും. ബിഗിനിങ് ഓഫ് ദ സ്റ്റോപ്പ് ബിറ്റ് അതായത് എപ്പോഴാണോ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് ഈ TI ബിറ്റ് 1 ആവും. ഓക്കെ അതേ സമയത്ത് റിസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് വേ ത്രൂ ദ സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ എപ്പോഴാണോ അത് റിസീവ് ചെയ്യുന്നത്, പക്ഷെ അത് ഹാഫ് വേ ആയിരിക്കും, സ്റ്റോപ്പ് ബിറ്റിന്റെ ഇടക്ക് തന്നെ അത് സെറ്റ് ആവും. ദാറ്റ് മീൻസ് റിസപ്ഷൻ കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. TI RI. ഓക്കെ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? TI RI ഈ രണ്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ കണ്ടോ, SM0 SM1 പറഞ്ഞില്ലേ, രണ്ട് ഇതാണ്. അതായത് വി ആർ യൂസിങ് ഇറ്റ് ഫോർ എന്താ മോഡ് വേണ്ടിയാണ്. സോ മോഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് മോഡ് 1 ആണ്, അത് ഓർക്കാം. സോ അത് എപ്പോഴും 01 ആയിരിക്കും. ഓക്കെ SM0 SM1. So they determine the framing of data by specifying the number of bits per character and the stop bits. So serial mode 0 ഉണ്ട്, അതായത് ശരിക്കും 4 മോഡ്സ് ഉണ്ട്, 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. സീരിയൽ മോഡ് 0, സീരിയൽ മോഡ് 1, ദെൻ സീരിയൽ മോഡ് 2, സീരിയൽ മോഡ് 3. അപ്പോൾ ഇവിടെ മോഡ് 1 ആണ് നമുക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ എങ്ങനെയാണ് മോഡ് 1 ഓർക്കുക, 8 ബിറ്റ് ഡേറ്റ ആയിരിക്കും, 1 സ്റ്റോപ്പ് ബിറ്റ് 1 സ്റ്റാർട്ട് ബിറ്റ്. ഓക്കെ അങ്ങനെ ആ കേസിലാണ് അധികവും നമ്മൾ മോഡ് 1 തന്നെയാണ് യൂസ് ചെയ്യുക. അല്ലാത്തത് ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യും, അവർ പറയും ഏത് വേറെ ഏതെങ്കിലും മോഡ് ആണെങ്കിൽ. ഇനി SM2 എന്ന് പറഞ്ഞത് ദിസ് എനേബിൾസ് ദ മൾട്ടി പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി. മൾട്ടി പ്രോസസ്സർ, അതായത് മൾട്ടി പ്രോസസ്സർ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ REN എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഹൈ ആണെങ്കിൽ റിസീവ് ചെയ്യാൻ R ക്രോസ് D പിന്നിൽ, ലോ ആണെങ്കിൽ റിസീവർ ഡിസേബിൾ ആവും. TI ഇതാണ് ഇമ്പോർട്ടൻറ്റ്. വെൻ 8051 ഫിനിഷസ് ദ ട്രാൻസ്ഫർ ഓഫ് 8-bit ക്യാരക്ടർ ഇറ്റ് റേസസ് TI ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് റെഡി ടു ട്രാൻസ്ഫർ അനദർ ബൈറ്റ്. ഒരു ബൈറ്റ് കംപ്ലീറ്റ് ആയി ട്രാൻസ്മിറ്റ് ചെയ്തു, ഇനി അനദർ ബൈറ്റിന് വേണ്ടി റെഡിയാണ്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു TI ഫ്ലാഗ്. ഓക്കെ ദെൻ TI ബിറ്റ് ഇസ് റേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോപ്പ് ബിറ്റ്. സ്റ്റോപ്പ് ബിറ്റ് വരുമ്പോൾ തന്നെ അത് 1 ആവും. ഓക്കെ ഇനി RI എന്ന് പറയുന്നത് എന്താണ്, that is when 8051 receives the data serially, it gets rid of start stop bits and places the byte in S buffer. Okay it raises RI to indicate that byte has been received and should be picked up before it is lost. Okay അത് RI 1 എന്ന് പറഞ്ഞാൽ അത് റിസീവ് ആയിട്ടുണ്ട് ഡേറ്റ, അത് വേഗം തന്നെ അത് ലോസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എടുക്കണം. ഓക്കെ അത് സ്റ്റോപ്പ് ബിറ്റിന്റെ ഇടക്ക് ഹാഫ് വേ ആയിട്ടാണ് അത് റേസ് ആവുന്നത്. ഇനി എസ്കോൺ ഇസ് എ ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ. ഓക്കെ ബിറ്റ് അഡ്രസ്സബിൾ ആണ്. ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി കോൺസെപ്റ്റ് ഉണ്ട്, അതിനുശേഷം പ്രോഗ്രാമിംഗിലേക്ക് പോവാം. ഓക്കെ